IPL ഇത്തവണത്തെ ഈ സീസണിലത്തെ സ്ക്രിപ്റ്റഡ് ആണ്. ഒരു മാച്ചിൽ എപ്പോഴൊക്കെ 400 അബോവ് റൺസ് പോയിട്ടുണ്ട്. ബാറ്റ്സ്മാന്റെ മൈൻഡ് സെറ്റ് മാറിയടാ. ഫസ്റ്റ് ബോൾ മുതൽ അഗ്രസീവ് ക്രിക്കറ്റ് ആണ് അവർ കളിക്കുന്നത്. അല്ല അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അത് ബാക്കിയുള്ള ടീമിൽ വിക്കറ്റ് വയ്ക്കാൻ വിഷമമായിരിക്കും. ഇവിടെ വിക്കറ്റ് പോകാൻ വേണ്ടി കാത്തിരിക്കുന്നതാണ്. Good morning, good afternoon, good evening. Welcome to all the viewers who are viewing our podcast Chit Chat from Xcast. ഫസ്റ്റ് തന്നെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഏതൊരു ക്രിക്കറ്റ് പ്രേമിക്കും ഏതൊരു എന്താ പറയുക സ്പോർട്സ് പ്രേമിക്കുള്ളൊരു ഡൗട്ടാണ് എൻ്റെ ചോദ്യം. IPL ഇത്തവണത്തെ ഈ സീസണിലത്തെ സ്ക്രിപ്റ്റഡ് ആണോ ഫിക്സഡ് ആണോ? അതിൽ വേറെ എന്തെങ്കിലും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ഉണ്ടോ? എന്താണ് ഓരോരുത്തരുടെ ഒപ്പീനിയൻ? സ്ക്രിപ്റ്റഡ് അല്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് ഉള്ള ഏറ്റവും വലിയ സംശയം ഇതാണ്. കഴിഞ്ഞ സീസണിൽ നീ എത്ര കളി 200 അബോവ് കണ്ടിട്ടുണ്ട്? 200 അബോവ് അല്ല, 220 അബോവ് എത്ര കളി കണ്ടിട്ടുണ്ട്? എത്ര പേര് ഈ പറഞ്ഞ ചേസ് ചെയ്തിട്ടുണ്ട്? ബാറ്റിംഗ് ടീമും അതേപോലെ തന്നെ ഫീൽഡിംഗ് ടീമും, രണ്ട് ടീമും എപ്പോഴും ഇതേപോലെ 200 അബോവ്. ഒരു മാച്ചിൽ എപ്പോഴൊക്കെ 400 അബോവ് റൺസ് പോയിട്ടുണ്ട്. ബോളേഴ്സിന് ഒരു വില പോലും കൽപ്പിക്കാത്ത IPL ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഈ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 25 കോടി 25 crores കൊടുത്ത് മിച്ചൽ സ്റ്റാർക്കിനെ ആ ടീമിൽ എത്തിച്ച്. മിച്ചൽ സ്റ്റാർക്കിൻ്റെ കേസ് മാത്രമല്ല, ഇഷ്ടം പോലെ വേൾഡ് ക്ലാസ് ബോളേഴ്സ് IPL ഉണ്ട്. ഇവർക്ക് ഒരാൾക്കും വിലയില്ല. വന്നവനും പോണവനും വരെ എടുത്തിട്ട് അടിക്കാനാണ്. അപ്പോൾ ഇതിൽ നിന്നുള്ള IPL നിന്നുള്ള ലാഭം എന്താണെന്ന് പറഞ്ഞാൽ വ്യൂവർഷിപ്പ് കൂട്ടുന്നതാണ്, സബ്സ്ക്രൈബേഴ്സ് കൂട്ടുന്നതാണ്, റേറ്റിങ്സ് കൂട്ടുന്നതാണ്, സാറ്റലൈറ്റ് റൈറ്റ്സിൽ നിന്ന് പ്രൈസിൻ്റെ ഇത് കൂട്ടുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നുള്ള പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ പ്രോഫിറ്റ് അല്ല, ഹ്യൂജ് മാർജിനാണ്. കളിക്കാർക്കാണെങ്കിലും ഇവരെന്തെങ്കിലും ഓഫർ ചെയ്യാൻ സാധ്യതകളുണ്ട്. ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ കിട്ടും. ഞാനത് ഒരിക്കലും അംഗീകരിക്കുന്നില്ല. എന്താണ് ഫിക്സഡ് ആണെന്ന് പറഞ്ഞാല് നമുക്കത് 20 ഓവർ ഫിക്സ് ചെയ്ത് കളിക്കാനൊന്നും പറ്റൂല. ഞാൻ ഫിക്സ്ഡ് എന്ന് പറഞ്ഞ കാരണം എന്താണെന്ന് അറിയോ? കാരണം പിച്ച് ബാറ്റിംഗ് ഫേവറബിൾ ആണ്. ബോർഡർ അല്ല ബൗണ്ടറി ലൈൻ ചെറുതായിട്ടുണ്ട്. അപ്പോ അങ്ങനെ രീതി വരുമ്പോ കുറച്ച് ഹൈ സ്കോറിംഗ് ഗെയിംസ് ആണ്. അല്ലാണ്ട് ഫിക്സ്ഡ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. 20 ഓവർ ഫിക്സ് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞു. ഓരോ ബോളറിനും ഓരോ ലെങ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനൊന്നും പറ്റില്ലാന്നേ. ഒരേ സെയിം ബോളിനെ ഓരോ എത്ര ലാസ്റ്റ് ഒരു 22 റൺസ് ആണ് പറഞ്ഞത്. 3 സിക്സ് അടിച്ചത് ഫീൽഡില്ല. എന്നിട്ട് ആ സൈഡിൽ എല്ലാ ബോളും എടുത്ത് 3 സിക്സ്. പക്ഷെ തോറ്റ് RCB ജയിച്ചില്ല, ഓറഞ്ചിന് തോറ്റ്. പക്ഷെ എന്നാലും അപ്പൊ അവിടെ നിന്നുള്ള നെയിൽ ബൈറ്റിംഗ് ഫിനിഷ് ആയിട്ട് തന്നെയാണ് ആൾക്കാർ ഇങ്ങനെ ത്രില്ലടിച്ച് കാണുന്നതാണ്. അതുകൊണ്ട് ഇവർക്ക് എന്താ ലാഭം? കോടികളാണ് വഴി വാഴണ. ഈ സീസണിലാണ് ഈ ബോളർ കരൺ ശർമ്മ. ഇല്ല, മനസ്സിലായി. ഞാൻ കരൺ നായർ മലയാളി അല്ല. അപ്പൊ ഞാൻ പറഞ്ഞ ചോദിക്കുന്ന നോക്ക്, എടാ ഫണ്ട് ഫ്ലോ എന്ന് പറഞ്ഞാൽ അത്രക്കും വലിയ IPL എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ നല്ല രീതിയിൽ ക്യാഷ് ഫ്ലോ നടക്കുന്ന ഒരു ഗെയിമാണ്. BCCI ഇന്ത്യ വേൾഡിൽ തന്നെ ഏറ്റവും പ്രോഫിറ്റബിൾ ക്രിക്കറ്റ് ഓർഗനൈസേഷൻ ആണ്. അവര് IPL-ലോട്ട് ഇപ്പം ഇങ്ങനെ ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്സ് കയറ്റണം. കാരണം അമിത് ഷാ ജയ്ഷാ വന്ന പിന്നെ ഭയങ്കരമായിട്ട് പൊളിറ്റിക്സ് നടക്കുന്നുണ്ട്. ഇവൻ IPL ഇതായി പിന്നെ രണ്ടാമത്തെ സീസൺ ഒന്നുകൊണ്ട് ഇത്. അപ്പൊ എന്തോ ആയിക്കോട്ടെ. എടാ ഇത്രയും നാളും ഇതിനു മുമ്പ് ഒരു 250 സ്കോർ വന്നത് എപ്പോഴാണ്? എന്തെന്ന് ആദ്യത്തെ IPL മക്കല്ല അടിച്ചൊരു അടിയുണ്ട്. അതിനുശേഷം ക്രിസ് ഗെയിൽ മറ്റേ പൂനെനെ പനിക്കിട്ട കളി. അതല്ലാണ്ട് ഇതിനു മുമ്പ് ഇത്രയും സീസൺസ് നടന്നു. ഈ IPL ടീം നോക്കുമ്പോൾ അതിൽ കലക്കൻ സൂപ്പർ ബാറ്റ്സ്മാൻമാരും സൂപ്പർ ബോളേഴ്സും ഉള്ള IPL ടീംസ്. ബാറ്റ്സ്മാന്റെ മൈൻഡ് സെറ്റ് മാറിയടാ. ഫസ്റ്റ് ബോൾ മുതൽ അഗ്രസീവ് ക്രിക്കറ്റ് ആണ് അവർ കളിക്കുന്നത്. കണ്ടിന്യൂസ് അഗ്രസീവ് കളിക്കണം. ഇപ്പൊ ഹൈദരാബാദിനെ നീ നോക്ക്, ഹൈദരാബാദ് ടീമിനെ നോക്ക്. വേറെ ടീമിലെ ആൾക്കാരുടെ പേര് പറയണ. ഒരു ടീമിൽ തന്നെ ഇത്രയും കളിക്കുന്ന ആൾക്കാർ ആരൊക്കെയുള്ള? നീ ഹൈദരാബാദ് ടീം എടുക്ക്. ഹെഡിനെ കൊണ്ടാണ്. ഹെഡ്, അഭിഷേക് ശർമ്മ, ക്ലാസൻ, സമദ് എല്ലാവരും കോഹ്ലി, വാട്സൺ, മാക്സ്വെൽ, ഇതൊക്കെ അല്ല ഏറ്റവും പഴയ സേവാഗ്, ഗംഭീർ, പിന്നെ ആരായിരുന്നു? AB de Villiers, ഡേവിഡ് വാർണർ. അതല്ല, അതിനൊപ്പമുള്ള ബോളേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോഴും ബോളേഴ്സ് ഇല്ലേ? ഇവൻ പറഞ്ഞ ശരിയാണ്, പിച്ച് കുറച്ച്
ഈ പറഞ്ഞ പോലെ പിച്ച് ബാറ്റിംഗ് പിച്ചാക്കി, ബൗണ്ടറി ലൈൻ കുറച്ച് ഫ്ലാറ്റ് പിച്ചാണ്, അതാണ് മെയിൻ കാരണം. ബോളേഴ്സിന് ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നില്ല. എല്ലാം സമ്മതിച്ചു. യോർക്കർ ലെങ്ത്തിൽ ഒരു ബോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ 6 ബോൾ 6 അടിക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട് ഇടാനുള്ള ആരും ബോളേഴ്സിന്റെ സ്ട്രാറ്റജി ഒക്കെ ചോദ്യം ചെയ്തിട്ട് അത് ഫിക്സഡ് ആക്കാന്ന് അടിക്കേണ്ടത് സ്ട്രാറ്റജി എങ്ങനെയാണ്? കയ്യിൽ നിന്ന് ബോൾ വിട്ടു പോകുന്നൊക്കെ ഉണ്ട്, ബട്ട് അടിപ്പിച്ചു കൊടുക്കുന്നൊക്കെ എങ്ങനെ 3-6 പറയാൻ പറ്റില്ല. ഇന്നലെ റാഷിദ് ഖാൻ അറിഞ്ഞോണ്ടാണ് ഫുള്ള് വിൽ ജാക്സ് എല്ലാ ബോളും അവന്റെ ലെഗ് സൈഡ് അടിച്ച 6 ബോള് ലെഗ് സൈഡ് അടിച്ച കളി ഏൽപ്പിച്ചില്ലേ. പക്ഷെ അത് റാഷിദ് ഖാൻ ചോദിക്കട്ടെ, ഒരു പ്ലെയർ 6 ബോൾ ലെഗ് സൈഡ് അടിച്ചെന്ന് ചോദിച്ചു. എന്തുകൊണ്ടപ്പോ ലെഗ് സൈഡിൽ ഫീൽഡ് അതനുസരിച്ച് സെറ്റ് ചെയ്ത് ഫീൽഡ് ഒക്കെ ഉണ്ട്. 3 പേര് എന്തുകൊണ്ട് മാറ്റില്ല? ബൗണ്ടറി റൈഡേഴ്സ് 3 എണ്ണം അവിടെ ഓരോ പ്ലെയറിനെയും ഫിക്സഡ് ആണെന്നല്ല ഞാൻ പറഞ്ഞു. ഞാൻ പറയാനോട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു ബാറ്റ്സ്മാൻ ആ ഒരു സൈഡിലോട്ട് അടിക്കണേന്ന് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു ക്യാപ്റ്റൻ വന്നിട്ട് ഫീൽഡ് സെറ്റ് ചെയ്ത് ബോളിങ് മാറ്റാൻ പറയും. ഇത് പിന്നെയും പിന്നെ അങ്ങനെ തന്നെ പോയിട്ടും ഒരു എന്താ പറയാ ഒരു എഫേർട്ട് അതിന് എടുക്കാണ്ടിരുന്ന അത് പോണേ പോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം എന്താ? അല്ല അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, അതൊന്നും അങ്ങനെയൊന്നും ചെയ്യുന്നൊന്നുമില്ല. പക്ഷെ പഞ്ഞിക്കിടുന്ന പോലെയാണ് ബോളേഴ്സ്. പക്ഷെ ഇത്രയും നാൾ IPL എടുത്തിട്ട് ഏറ്റവും കൂടുതൽ സ്ക്രിപ്റ്റഡ് ആണ് പറഞ്ഞേക്കുന്നത് ഈ സീസണിലുള്ള ആൾക്കാർ. അങ്ങനെ ഒരാൾക്കാർ തോന്നിയില്ലേ, ഈ എല്ലാം ലോങ് കാണാൻ എല്ലാവർക്കും തോന്നിയെങ്കിൽ എന്താ എന്തെങ്കിലും കാര്യം ഉണ്ടാവൂലേ? കൂടി ടോസ് ഇടുന്ന സമയം അത് ഭയങ്കര വൈറലും കോൺട്രവേഴ്ഷ്യലും അല്ല. അതുള്ള കാര്യം പറയട്ടെ, ചേസ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ധോനി കയറില്ല, വേറെ അല്ലെങ്കിൽ ഇടും. അതേസമയം ബാറ്റിംഗ് ആണെങ്കിൽ ഉണ്ടല്ലോ ധോനി കയറുകയും ചെയ്യും, ഒരു 3-4 ബോൾ ഇട്ട് കൊടുക്കുകയും ചെയ്യും, ധോനി അടിക്കുകയും ചെയ്യും. കാരണം ധോനി അവിടെ കയറി അടിക്കാൻ പറ്റില്ല, അമ്മാതിരി വ്യൂവർഷിപ്പ് കിട്ടുന്നത്, അമ്മാതിരി മീൻസ് റൈറ്റ്സ് ആണ് പോണത്. പക്ഷെ ഇതിനൊന്നും ഞാനൊരു ഇതൊരു അംഗീകരിക്കണില്ല. ഇതൊക്കെ ചെന്നൈയില് എന്താ പറയാ, കൈനടി ചിലപ്പോ ഗൈക്കോടെ സെഞ്ചുറി അടിച്ചില്ലെങ്കിൽ മാർക്ക് കുഴപ്പമുണ്ടാവില്ല, തലകീരി അടിച്ചാൽ മതി. ആ സംഭവം ശരിയല്ലേ. അത് ജഡേജ എപ്പോഴും പറയുമല്ലോ, ബാക്കിയുള്ള ടീമിൽ വിക്കറ്റ് വയ്ക്കാൻ വിഷമമായിരിക്കും, ഇവിടെ വിക്കറ്റ് പോകാൻ വേണ്ടി കാത്തിരിക്കണേന് തലകേറി അടിക്കാനായിട്ട്. കഴിഞ്ഞ സീസൺ ധോനി ഉണ്ടായില്ലേ, എന്തേ അടിയൊന്നും കണ്ടില്ലല്ലോ. എല്ലാ സീസണും എല്ലാരും ഈ പറഞ്ഞ ഫോം ആവണനുസരിച്ച് കളിക്കാൻ പറ്റും. അയ്യോ ഇത് അവന്റെ എന്താ അതാണ് ലാസ്റ്റ് സീസൺ ആയതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ഇട്ട് കൊടുക്കണ്, അടിക്കണം. അത് എന്താ കേറാത്തെ, ലാസ്റ്റ് സീസൺ അല്ലേ, അവന് ലാസ്റ്റ് 2 ഓവർ കളിക്കാറുള്ളൂ. ലാസ്റ്റ് സീസൺ അല്ലേ, അത്രക്കും കളക്കം ബാറ്റ്സ്മാൻ അല്ലേ, വേൾഡ് കപ്പ് മറ്റേ ഫൈനലിൽ വെച്ച് യുവരാജിന് പകരം മുകളിലോട്ട് കയറി അടിച്ച ആളല്ലേ. അത്രക്ക് ഈ പറഞ്ഞ പോലെ പണ്ടൊക്കെ ധോനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൾ എത്ര എണ്ണം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ധോനി അടിക്കാൻ ഉറപ്പുണ്ടെങ്കിൽ അപ്പുറത്ത് ബോൾ അടിച്ചു കഴിഞ്ഞാലും സ്ട്രൈക്കറിനെ പറയും ഓടണ്ട അവിടെ നിന്നുള്ളതാണ്. ധോനിക്ക് എപ്പോഴുള്ള സ്വഭാവം എനിക്കിതിന് ഇവൻ പറയണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇവൻ ധോണിനേക്ക് എന്താ പറയണേ പറയട്ടെ. ഇപ്പൊ 6 ബോളിൽ 20 റൺ വേണമെന്ന് വിചാരിച്ചു, ധോനി 2 ബോൾ അടിച്ച്, പക്ഷെ അത് ഫീൽഡറിന്റെ കൈ പോലുണ്ടല്ലോ, ധോനി പറയാം റൺ എടുക്കണ്ട ഓടണ്ടെന്ന്. ധോനിയുടെ സ്വഭാവം തന്നെയാണ്. ആ സമയത്തില്ലേ അവൻ ആ പച്ച കത്തിക്കണ സമയമാണെങ്കിലാണ് അത് പറയണത്. ധോനിക്കൊരു വിശ്വാസം. ഇപ്പൊ ധോനി എത്ര സീസണിൽ എത്ര കളിയിലാണ് ഈ 10 ഗോളിൽ കൂടുതൽ കളിച്ചേക്കണ? 1-2 കളിയിൽ മാത്രം കളിച്ചിട്ടുള്ളൂ. ഇല്ല അങ്ങനെ പറയൂല. അത് ആ ടീം മാനേജ്മെന്റിനെ നിർബന്ധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ധോണി അങ്ങനെ കളിക്കൂല. ധോണി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൽ നിന്ന് ധോണിനെ മാറ്റാൻ ആയിരിക്കും പറ്റൂല. അത് ടീം മാനേജ്മെന്റിന്റെ നിന്റെ നിലപാടാണ്, നമുക്കില്ല. അത് അവന്റെ തീരുമാനം, അവന്റെ നിലപാട്, നമുക്കതിലൊന്നും പറയാനില്ല. ശരിയടാ, ഇത് കാണുന്ന CSK ഫാൻസ് തന്നെ എനിക്കറിയാം, പക്ഷേ കാര്യമില്ല. ഞാൻ CSK തോന്നിയെന്ന് മാത്രമല്ല പറഞ്ഞ, മൊത്തത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാനുണ്ട്. ഇത് സ്ക്രിപ്റ്റഡ് എന്നല്ല, ഈ പറഞ്ഞ പോലെ എന്താ പറയാ ബാറ്റ്സ്മാൻ വ്യൂവർഷിപ്പിന് വേണ്ടി റൺസ് റൺസ് കോരണം, ഹൈ സ്കോറിംഗ് മാച്ച് ആയിരിക്കണം, നെയിൽ ബൈറ്റിംഗ് ഫിനിഷ് ആയിരിക്കണം. അതുവഴി ഇവർ ഇഷ്ടം പോലെ ഫണ്ട്. കാരണം പ്ലേയേഴ്സിന്റെ ടാലന്റിനൊക്കെ തരം താഴ്ത്തി കാണിക്കുന്ന ബാറ്റ്സ്മാന്റെ ടാലന്റ് ഇവിടെ പുറത്തു വരുന്നുണ്ട്. കാരണം ബാറ്റ്സ്മാൻമാർക്ക് അടി കിട്ടാൻ ബോൾ. ഞാൻ സിമ്പിൾ ആയിട്ട് ഒറ്റ കേസ് വയ്ക്കട്ടെ, ഇഷ്ടം പോലെ എന്താ പറയാ ന്യൂ കമേഴ്സ് അടിച്ച് പൊളിച്ചിട്ടുണ്ട്. ഒരു നല്ല ബോളറിനെ പറഞ്ഞു, ഇത്തവണ തിളങ്ങിയേക്കുന്ന ഒരു ന്യൂ കമർ ബോളറിന്
എടുത്തു പറയാൻ പറ്റിയ ബാറ്റ്സ്മാൻമാർ. ശശാങ്കിനെ പറയാൻ പറ്റും, അതേപോലെ തന്നെ ശിവൻ ഡൂബെ, വേറെ ഇഷ്ടംപോലെ പേരുകളുണ്ട്. പഞ്ചാബിൽ തന്നെ മറ്റേ അശുതോഷ് ശർമ്മ. അപ്പോ പേരുകളുണ്ട്. ഒരു ബോളറിനെ പറഞ്ഞു സന്ദീപ് ശർമ്മ ഈ ടീമില് രാജസ്ഥാനില് ശരി. സന്ദീപ് ശർമ്മ നല്ല ബോളിംഗ് ചെയ്യണം. ബുംറ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ന്യൂ കമ്മർ ഫസ്റ്റ് IPL കളിക്കണ ഒരു ബോളർ എടുത്തു പറയാൻ പറ്റിയത് പറ. ഫസ്റ്റ് IPL കളിക്കണം. ഫസ്റ്റ് IPL കളിക്കണം എന്തോരം ബോളേഴ്സ് ഉണ്ട്, വളരെ കുറവായിട്ടുള്ള. ആയിക്കോട്ടെ ഉള്ളൊരു അതായിരിക്കും റീസൺ. ബോളേഴ്സ് വന്നില്ല, ബോളേഴ്സിന് ആവശ്യമില്ല. കാരണം ബോളേഴ്സിന്റെ വാല്യൂ പോയല്ലേ. എന്തായാലും IPL ഒക്കെ എന്തായാലും ഹൈ സ്കോറിംഗ് ഗെയിം തന്നെ ആയിരുന്നു. പക്ഷെ IPL ഇതിനു മുമ്പ് കോഴ നടന്നിട്ടില്ലേ? കോഴയൊക്കെ നടന്നിട്ടുണ്ടാവും, ഫിക്സിങ് നടത്തിട്ടില്ലേ? അപ്പൊ ഇപ്പൊ നടന്നൂടെ? എല്ലാ ടീമും ഒരുമിച്ച് ചെയ്യണമെന്ന് പറയുമ്പോഴാണ് നമുക്ക് അത് എല്ലാ ടീമും സ്ക്രിപ്റ്റ് ആയിട്ട് ഇന്ന ടീം ജയിക്കണം, ഇന്ന ടീം തോക്കണം, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതനുസരിച്ചിട്ടാണ് നമ്മൾ പിച്ച് റെഡിയാക്കുന്നത്. ഫ്ലാറ്റ് പിച്ചാണ്, അതെല്ലാരും അംഗീകരിച്ചതാണ്. ബോളേഴ്സിന് ഒരു ഹെൽപ്പ് സ്ക്രിപ്റ്റഡ് ആക്കണം. ഏതോ റൈറ്ററൊക്കെ വന്നിട്ട് പണിയെടുത്ത പോലെ വലിയ റൈറ്റർ വന്നിട്ട് ജയ്ഷാ വന്നിട്ട് പറയാനാണ് ബുംറ നീ അങ്ങനെ അറിയണം, കോഹ്ലി നീ ഇങ്ങനെ അടിക്കണം. അല്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുംറ കോഹ്ലി എന്നൊക്കെ പറഞ്ഞ പേര് അവരങ്ങനെ അടിക്കുമോ? ഞാൻ ചോദിക്കാൻ പറ്റുന്ന അതാണ്. ബുംറയുടെ ഓവറൊക്കെ സാധാരണ IPL അടിക്കാന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. വലിയ പാടെന്ന് പറഞ്ഞാൽ അമ്മാതിരി പാടാണ്. ഇത്തവണ ഏതൊക്കെയാണ് ബുംറേനെ അതാണ് പറഞ്ഞത്. ശരി, ബുംറക്ക് എന്നാലും ബുംറയുടെ കഴിവുകളില്ലേ? യോർക്കർ എന്ന് പറഞ്ഞാൽ അമ്മാതിരി യോർക്കറല്ലേ ബുംറ അറിയണേ. പറയണ 6 ബോൾ യോർക്കർ എറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ 2-3 കറക്റ്റ് കിട്ടണ്ടാവുള്ളൂ, ബാക്കി അടിപോ. സമ്മതിച്ചില്ല ഞാൻ പറഞ്ഞില്ല. പക്ഷെ ബുംറയ്ക്ക് ഈ സീസൺ നല്ല ബോളിംഗ് തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞത് അപ്പോഴും സ്കില്ലുള്ള കഴിവുള്ള ബോളേഴ്സിന് എന്തുകൊണ്ട് പിന്നെയും അടി കിട്ടണ്? മിച്ചൽ സ്റ്റാർക്കിന്റെ കേസ് എടുക്ക്. മിച്ചൽ സ്റ്റാർക്ക് ഇപ്രാവശ്യത്തെ ഏറ്റവും ദുരന്തമാണ്. ഞാനത് ഫസ്റ്റ് പോഡ്കാസ്റ്റിൽ തന്നെ പറഞ്ഞാണ്. 25 കോടിയുടെ കളിക്കാരനല്ല സ്റ്റാർക്ക്. ഓർമ്മയുണ്ടെങ്കിൽ മനസ്സിലാവും. ഓസ്ട്രേലിയക്ക് വേണ്ടി കളിക്കുമ്പോ സ്റ്റാർക്ക് ഈ കളിയാണ് കളിക്കുന്നത്. ഓസ്ട്രേലിയക്ക് വേണ്ടി കളിക്കുമ്പോ പ്ലേയേഴ്സ് കുറവാണ്. നീ ഇതിപ്പോ ഞാൻ പറയട്ടെ, മറ്റേ ഡൽഹിയുടെ നമ്മുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ നീ പേര് പോലും കേട്ടിട്ടുണ്ടാ? എന്താണ് ഫ്രൈസർ മഗ്രൂക്ക, അവനൊക്കെ എന്ത് കളി കളിക്കണം. ഓസ്ട്രേലിയക്ക് വേണ്ടി കളിക്കുമ്പോ സ്റ്റാർക്ക് IPL കളിക്കണം, നൈറ്റ് റൈഡേഴ്സിന് വേണ്ടി കളിക്കണം, അതേ കളിയാണ് കളിക്കുന്നത്. അല്ലാന്ന് നിനക്കറിയാം. കാരണം അവിടെ ഫിക്സിംഗ് ഇല്ല, സ്ക്രിപ്റ്റിംഗ് ഇല്ല. അവിടെ 25 കോടി കൊടുത്തിട്ട് മറ്റേ എന്താണ് മിച്ചൽ സ്റ്റാർക്കിനെ കളിക്കാൻ വേണ്ടി സ്ക്രിപ്റ്റ് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി കളിപ്പിക്കണെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാനാ? അല്ല, 25 കോടി എന്നൊക്കെ പറയണെന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് എന്തോരം ഫൺ ഫ്ലോ നടക്കുന്നുണ്ട്, എന്തോരം ഗെയിംസ് നടക്കുന്നുണ്ട്, ഗ്യാമ്പിളിംഗ് നടക്കുന്നുണ്ട്, എന്തോരം ഇതുണ്ട് നടക്കണെന്ന് അത് അവർക്ക് അറിയുള്ളൂ. പക്ഷേ IPL ഉള്ളിലെ ഗെയിമുകൾ വേറെയാണ്. ഈ സീസണിൽ തോന്നില്ല, കാരണം അണ്ണന് സ്ട്രൈക്ക് റേറ്റ് 200%. അണ്ണൻ വന്നാൽ മറ്റേ ABCD പ്ലെയർ വന്നിട്ട് ഇവിടത്തുമില്ല ഇങ്ങനെ അപ്പൊ അണ്ണൻ ഇങ്ങനെ മറ്റേ ജാങ്കുലിക്ക് മാങ്കുലില്ലേ ബാറ്റ് വെച്ച നോളേജ് ഇല്ലാത്തവന്മാരാണ്. അതുകൊണ്ട് ക്ഷമിച്ചു കളഞ്ഞേ കേട്ടാ. ഒരു നോളേജ് സീറോ നോളേജ് കൊണ്ട് ഇറങ്ങിയ അതല്ല. ഇനി ചാങ്കുലിക്ക് മാങ്കുലി സിനിമ ഇട്ടുണ്ടോ? അതിന്റെ അതെല്ലാവർക്കും കൊടുത്തേക്കണ ബാറ്റാണ്, ബാറ്റ്സ്മാൻമാർക്ക് കൊടുത്തേക്കണ. മറ്റേ ആരെങ്ങനെ വളർന്നാലും വിഷമുണ്ടോ? അതാണ് പറഞ്ഞ 42 വയസ്സിലും പുള്ളി കളിക്കുന്ന എല്ലാവർക്കും കൊടുത്തേക്കണ ബാറ്റാണെന്ന് ഞാൻ ചോദിച്ചത്. നമുക്ക് അതേപോലെ ഒരു ബോൾ ഉണ്ടാക്കിയാലേ, മറ്റേ ഹാപ്പി ഡേ സിനിമ ഇട്ടുണ്ട്, തെലുങ്ക് സിനിമ, ബോൾ ഇങ്ങനെ കറങ്ങി പോണത് അതേപോലെ കൊടുത്താലേ അപ്പൊ വിക്കറ്റ് അല്ലേ പോകുള്ളൂ. എല്ലാരും എന്താ പറയണ? ഇല്ല, നിങ്ങൾക്ക് ക്രിക്കറ്റ് നോളജ് ഇല്ല, സംസാരിക്കാൻ പറ്റില്ല. അതിപ്പോ എന്താ അത് പറഞ്ഞോണ്ടിരുന്ന ഇങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കും. ഇനി അടുത്തത് ഞാൻ മറ്റേ ബെസ്റ്റ് ക്യാപ്റ്റൻ ഏറ്റവും നല്ല IPL ആരാന്ന് ചോദിക്കാം. അത് നിന്റെ അടുത്ത് ചോദിക്കാം. 2 പേര് ചോദിച്ചു പറയാം, എന്നിട്ട് നമുക്ക് ഓരോന്ന് മാറി പോവാം. ഹാർദിക് പാണ്ഡ്യ ഓർ ശ്രേയസ് അയ്യർ? ശ്രേയസ് അയ്യർ ഓർ ഋതുരാജ് ഗെയ്ക്വാദ്? ഋതുരാജ്. സീസണിൽ അവൻ തന്നെ പിടിക്കുന്ന പറയാൻ പറ്റില്ല. ഋതുരാജ് ഓർ ശിഖർ ധവാൻ? ഋതുരാജ് ഓർ ഋഷഭ് പന്ത്? അതും അറിയാറിയ ഋഷഭ് പന്ത് ഓർ സഞ്ജു സാംസൺ? സഞ്ജു ഓർ പാറ്റ് കമ്മിൻസ്? സഞ്ജു. സഞ്ജു ഓർ ഫാഫ് ഡു പ്ലെസിസ്?
അല്ല ഇതിൽ ഞാൻ പാറ്റ് കമ്മിൻസിന്റെ നാഷണാലിറ്റി ടീമല്ല ഞാൻ പറഞ്ഞേക്കണം. സഞ്ജു ഈ സീസണിലെ ഏറ്റവും മികച്ച ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ആണ്. സഞ്ജു ശുഭ്മൻ ഗിൽ സഞ്ജു ഞാൻ യോജിക്കുന്നു. ഈ സംഭവം സ്റ്റീവ് സ്മിത്തിന്റെ അടുത്തും ചോദിച്ചായിരുന്നു. മറ്റേ സഞ്ജുവും പാറ്റ് കമ്മിൻസ് വന്നപ്പോ സഞ്ജു തന്നെയാണ് പറഞ്ഞത്. പാറ്റ് കമ്മിൻസ് വേറെയാണ് അവൻ. അല്ല ഇല്ല അത് ഞാൻ പറഞ്ഞില്ല, വ്യക്തിപരമായി ഇപ്പോ പക്ഷെ ഈ സീസണിലെ ബെസ്റ്റ് ടീമിലെ തന്നെയാണ് സഞ്ജു തന്നെയാണ്. ഇത് പറഞ്ഞപ്പോ ഒറ്റയ്ക്ക് ചോദിക്കട്ടെ, ഈ സീസണിൽ സഞ്ജു മാതിരി കളി കളിച്ചേക്കണം, വിൽ ഹി ഗെറ്റ് ദ വേൾഡ് കപ്പ് കോൾ? അവൻ അർഹിക്കുന്നുണ്ട്, ഏറ്റവും കൂടുതൽ അർഹിക്കുന്നുണ്ടെന്ന് നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും ഒരേ സ്വരത്തിൽ അറിയാം. അർഹിക്കുന്നുണ്ട്, ടീമിൽ ഉണ്ടാവണം. 15 എന്തായാലും ഉണ്ടാവും. ശരി, നമ്പർ 1 ആയിരിക്കൂലെന്ന് തോന്നുന്നു. കിട്ടിക്കഴിഞ്ഞാ എവിടെ ഇറക്കും? അതെ ഇല്ല, എനിക്ക് നമ്പർ 1 എന്തായാലും ഋഷഭ് പന്ത് തന്നെയാണ്. ഫോമിലേക്ക് വരികയും ചെയ്ത് അവനായിരിക്കും നമ്പർ 1 ചോയ്സ്. അവൻ പ്രൂവൺ പെർഫോമർ ആണ് ഇന്ത്യക്ക് വേണ്ടി. സഞ്ജുവിന് അത്രയും ചാൻസ് കിട്ടിയിട്ടില്ല. സഞ്ജുയുടെ ഈ ഫോമില് സഞ്ജുവിനാണ് എഡ്ജെങ്കിലും, പക്ഷെങ്കിൽ ഈ പൊളിറ്റിക്സിൽ എന്തായാലും ചിലപ്പോ സഞ്ജു ബെഞ്ചിലിരിക്കാനാണ് സാധ്യത. പണ്ടോട്ട് ഋഷഭ് പന്തിന് ഭയങ്കര ഫേവറബിൾ ആയിട്ട് വരാറുള്ളതാണ്. അത് എപ്പോഴും അങ്ങനെയാണ്. ഋഷഭ് പന്തിനേക്കാളും കൂടുതൽ ഫേവറബിൾ ആയിട്ട് കളിക്കാറുണ്ട് KL രാഹുൽ. പക്ഷെ KL രാഹുൽ ഫ്ലെക്സിബിൾ പ്ലെയർ ആണ്, ഏത് പൊസിഷനിൽ വേണമെങ്കിൽ കളിപ്പിക്കാം. ഇപ്പൊ 1 to 6 വരെ. സഞ്ജുവിനും നമുക്ക് ലോവറിൽ നമ്മള് സഞ്ജു ഇത് എത്ര കളിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അറിയില്ല. അതല്ല ഞാനിപ്പോ ചോദിക്കണ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഇന്ത്യക്ക് വേണ്ടി ഇപ്പൊ സഞ്ജു ഫസ്റ്റ് ടീമിൽ മെയിൻ കീപ്പറായിട്ട് നിൽക്കണേണെങ്കിൽ ഏത് പൊസിഷനിലാണ്? കാരണം കോഹ്ലി, ശർമ്മ, ഗില്ല് ഇത് ഉറപ്പായിട്ടുള്ളതാണ്. ഇല്ല, ഗില്ല് വരൂല. എനിക്കൊന്നും ഗില്ലിന് അല്ലല്ല, ജയ്സ്വാൾ ആയിരിക്കും. ജയ്സ്വാള്, റോഹിത്, കോഹ്ലി, സൂര്യകുമാർ. അത് കഴിഞ്ഞ് നമ്പർ 5 സഞ്ജു കയറിയുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കോമ്പിനേഷൻ ആയിരിക്കും ഇവര് നോക്കുന്നത്.